കേരളത്തിന് ഒന്നും കിട്ടാതിരിക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ദുരിതം ലഘൂകരിച്ച് കൊണ്ടുവരാനുമല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർക്കാവശ്യം ക്ഷേമ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ എല്ലാ വഴിയും അടയ്ക്കപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു സർക്കാരിനെ കണ്ട് തുള്ളിച്ചാടാനും കൈകൊട്ടി കളിക്കാനും ആവണം എന്നതാണ്. ഇന്നും അവർക്കൊരു വിലയുമില്ലാതെ മറുത്ത് ഭരണാധികാരം നൽകിയ ജനങ്ങളോട് അവർ കലഹിക്കുകയും പോരടിക്കുകയുമാണ് ഈ ജനവിരുദ്ധ പ്രചാരണ നടപടികളിലൂടെ. അതവരെ വാസ്തവത്തിൽ പഴയതുപോലെ തുറന്നു കാണിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങളുടെ വക്രനികൃഷ്ട ബുദ്ധി പ്രയോഗങ്ങളെ സന്ധി ചെയ്യാതെ EMS ചെയ്തതുപോലെ സമാന്തര പ്രചാരണങ്ങൾ സംഘടിപ്പിച്ച് തുറന്നു കാട്ടാൻ ഒരു മയവുമില്ലാതെ LDF തയ്യാറാകണം. വയനാട്ടിലെ ദുരിതബാധിതർക്കും പുനരധിവാസത്തിനും പാരവെക്കുന്ന നിലപാടാണ് ഇവിടുത്തെ മാധ്യമങ്ങളും കോൺഗ്രസ് നേതൃത്വവും നൽകുന്ന പ്രതിപക്ഷവും സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന മെമ്മോറാണ്ടം മാത്രമാണെന്നറിഞ്ഞിട്ടും ചില ചാനലുകളും പ്രതിപക്ഷവും തയ്യാറായില്ല എന്ന് മാത്രമല്ല, BJP നേതാവ് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ബൈറ്റ് എടുത്ത് വിവാദം കൊഴുപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തത്. വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇന്നേക്ക് 47 ദിവസങ്ങൾ പിന്നിട്ടു. കേന്ദ്രത്തിൽ നിന്നും നയാ പൈസ ഇതുവരെ തന്നിട്ടില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. ഇവിടെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട അർഹമായ സഹായം പോലും കിട്ടുന്നതിന് തടസ്സമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതാണ് ഇവിടെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നത്. 2018 മഹാപ്രളയം തകർത്തു കളഞ്ഞ കേരളത്തിൽ അതിജീവനത്തിന് വേണ്ടി കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടത് 6.500 കോടി രൂപയാണ്. കേന്ദ്രം തന്നതോ 2.500 കോടി. ഇത് തന്നെയാണ് ഏതു കാര്യത്തിലും സംസ്ഥാനത്തിനോട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട്. ഇതേ സാഹചര്യത്തിൽ ഒരു നിവേദനവും പരിശോധനയും ഇല്ലാതെ ആന്ധ്ര, ബീഹാർ, ത്രിപുര സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ആയിരക്കണക്കിന് കോടികളുടെ സഹായമാണ് കൊടുത്തത്. ഈ വിവേചനത്തിനെതിരെ ഇവിടെ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒരക്ഷരം ഉരിയാടുന്നില്ല എന്നത് ദുരന്ത ബാധിതരോടും പുനരധിവാസത്തെക്കുറിച്ചും ഇവരുടെ സമീപനം വെറും കാപട്യം മാത്രമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം.